അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാച്ച് ടവറിൽ എന്താണ് സംഭവിച്ചതെന്ന് സൂപ്പർമാനോട് ബാറ്റ്മാൻ ചോദിച്ചതും അപ്പോൾ തന്നെ സൂപ്പർമാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്തോ ചെറിയ കല്ലോ ഉൾക്കയോ മറ്റോ കൊണ്ട് വാച്ച് ടവർ ഭൂമിയിലേക്ക് വീഴാൻ പോയെന്നും ഭാഗ്യത്തിന് ഞാൻ ചെന്ന് അത് തടഞ്ഞ് വാച്ച് ടവറിനെ പഴയതുപോലെ ആക്കിയെന്നും ഗ്രീൻ ആരോയോട് നിന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുവാൻ ഞാൻ പറഞ്ഞിരുന്നുവെന്നും ഗ്രീൻ ആരോ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ബാറ്റ്മാനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ബാറ്റ്മാൻ ഇല്ല എന്ന് സൂപ്പർമാനോട് പറയുകയാണ്. അന്നേരം തന്നെ ബാറ്റ്മാനും സൂപ്പർമാനും വാച്ച് ടവറിലുള്ള ഗ്രീൻ ആരോയെ കോൺടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ബാറ്റ്മാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് തന്നെ വിളിച്ചറിയിക്കാതിരുന്നതെന്ന് ഗ്രീൻ ആരോയോട് ചോദിച്ചതും കഴിഞ്ഞ രാത്രിയിലെ വാച്ച് ടവറിലുണ്ടായ കുഴപ്പം കാരണം ഇവിടെ നിന്ന് നിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസുകളെല്ലാം താൽക്കാലികമായി വർക്ക് ചെയ്യുന്നില്ലായിരുന്നുവെന്നും ഇപ്പോഴെല്ലാം ശരിയായെന്നും വാച്ച് ടവറിനും തനിക്കും യാതൊരു കുഴപ്പമില്ല എന്നും ഇനി എന്തെങ്കിലും ഉണ്ടായാൽ താൻ അറിയിക്കാമെന്നും പറഞ്ഞ് ഗ്രീൻ ആരോ കോൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്രീൻ ആരോയുടെ സംസാര രീതിയും പെരുമാറ്റവും കണ്ട ബാറ്റ്മാനും സൂപ്പർമാനും ഗ്രീൻ ആരോയ്ക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്.